ക്രിസ്ത്യാനിയായ ജസ്റ്റിൻ മണികണ്ഠന് ഒരു ദിവസത്തേക്കാണ് പഴനിയിലെ സബ് രജിസ്ട്രാറുടെ കസേരയിൽ ഇരിക്കാൻ അധികാരം കിട്ടിയത്. ഒറ്റ ദിവസം കൊണ്ട് പഴനി മുരുകന് പണി കൊടുത്തു. പഴനി മുരുകൻ്റെ തിരുമല അടിവാരത്തെ പാർക്കിംഗ് ലോട്ട് 100 കോടി വിലയുള്ള ഭൂമി അയാൾ മറ്റൊരാൾക്ക് ആധാരം ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. വിശ്വസിക്കുമോ നിങ്ങൾ? നടന്നതാണ് കഴിഞ്ഞ ദിവസം. ഒരൊറ്റ പത്രം, കേരളത്തിലെ ഒറ്റ പത്രം അത് റിപ്പോർട്ട് ചെയ്തില്ല. നമ്മുടെ നാട്ടിലെ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് പഴനി ക്ഷേത്രം. പഴനി ക്ഷേത്രത്തിൻ്റെ അടിവാരത്തിലെ പാർക്കിങ്ങിനുള്ള 1 ഏക്കർ 40 സെൻറ്റ് സ്ഥലമാണ് ഈ ജസ്റ്റിൻ മണികണ്ഠൻ എന്ന് പറയുന്ന ഇവാഞ്ചലിസ്റ്റായ സബ് രജിസ്ട്രാർ ഒറ്റ ദിവസത്തെ തൻ്റെ അധികാരം കൊണ്ട് ക്ഷേത്രത്തിനെ അന്യാധീനപ്പെടുത്തിയത്. കൊടൈക്കനാലിലെ സബ് രജിസ്ട്രാർ ആയിരുന്നു ജസ്റ്റിൻ മണികണ്ഠൻ. ഇയാൾക്ക് പഴനിയിലെ സബ് രജിസ്ട്രാർ ലീവായതുകൊണ്ട് ഒരു ദിവസത്തെ ചുമതലയ്ക്ക് ഇയാൾ പഴനിയിലെത്തിയ അന്ന് തന്നെ അയാൾ ഈ പറയുന്ന ഭൂമി 1 ഏക്കർ 40 സെൻറ്റ് ഭൂമി മറ്റൊരാൾക്ക് 2 കോടി രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് കാണിച്ച ഉള്ള ഒരു പ്രമാണം രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. ഈ ഭൂമിയെ സംബന്ധിച്ച് ഈ ഭൂമി ആർക്കും രജിസ്റ്റർ ചെയ്യാൻ പാടില്ല, ഇത് ദേവസ്വത്തിൻ്റെ ആണ് എന്ന് കാണിച്ച് ദേവസ്വം അധികൃതർ വളരെ കൃത്യമായി സബ് രജിസ്ട്രാർക്ക് വളരെ മുമ്പേ കത്ത് കൊടുത്തിരുന്നു. കാരണം ഒരു കേസുണ്ടായിരുന്നു. 60 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഒരു കയ്യേറ്റം നടന്നു. 1996 1 കോടി രൂപ കൊടുത്ത്, നോക്കൂ, പഴനിയിലെ 1 ഏക്കർ 40 സെൻറ്റ് സ്ഥലത്തിന് 1 കോടി രൂപ വില കൊടുത്ത് തമിഴ്നാട്ടിലെ ഒരു വ്യവസായിക്ക് വിറ്റതായി ചില ആളുകൾ രേഖയുണ്ടാക്കി സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി ഇതുപോലെ രജിസ്റ്റർ ചെയ്തു. അത് സുപ്രീം കോടതി വരെ പോയി പഴനി ദേവസ്ഥാനം അത് കേസ് നടത്തി തിരിച്ചു പിടിച്ചു. അവിടെ ഉണ്ടായിരുന്ന 20ഓളം കടകൾ പൊളിച്ചു മാറ്റി. എന്നിട്ട് അതിൻ്റെ കോടതി ഉത്തരവും കിട്ടി. ഈ കോടതി ഉത്തരവാണ് സബ് രജിസ്ട്രാർ ഓഫീസിൽ കൊടുത്തിട്ട്, ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ കൊടുത്തിട്ട് ഈ ഭൂമി ഒരു കാരണവശാലും മറ്റാർക്കും രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന് കാണിച്ച് ദേവസ്ഥാനം റവന്യൂ അധികൃതർക്ക് മുൻകൂർ അറിയിപ്പ് കൊടുത്തിരുന്നത്. 1888 ചാരിറ്റബിൾ സെറ്റിൽമെൻറ്റ് വഴി പഴനി മുരുകന് സംഭാവനയായി സമർപ്പിച്ചതാണ് ഈ 1 ഏക്കർ 40 സെൻറ്റ് ഭൂമി. ഈ 1 ഏക്കർ 40 സെൻറ്റ് ഭൂമി ഇങ്ങനെ പഴനി ദേവസ്ഥാനത്തിന് കൊടുത്തു. മാത്രമല്ല, ഈ പഴനി മുരുകൻ്റെ ക്ഷേത്രത്തിൻ്റെ പേരിൽ തമിഴ്നാട്ടിൽ ആയിരക്കണക്കിന് കൃഷിഭൂമിയുണ്ട്. ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി, മഠങ്ങൾ, കെട്ടിടങ്ങൾ ഒക്കെ ഉണ്ട്. ഡിണ്ടിഗൽ, കരൂർ ജില്ലകളിലാണ് ഈ ഭൂമി മുഴുവനുള്ളത്. ഈ ഭൂമി പലപ്പോഴും പലയിടത്തും ആളുകൾ കൈയേറുന്നുണ്ട്, കേരളത്തിലെ പോലെ തന്നെ. പക്ഷേ തമിഴ്നാട്ടിൽ കുറച്ചുകൂടെ വിജിലൻ്റ് ആണ്. ദേവസ്വം അധികൃതർ കൃത്യമായി ക്ഷേത്രഭരണ സമിതി, ദേവസ്വം ബോർഡ് മാത്രമല്ല, ആ ക്ഷേത്രം ഭരിക്കുന്ന ക്ഷേത്രോപദേശക സമിതിക്ക് അത് കൊള്ളയടിക്കണമെന്നുള്ള ഉദ്ദേശം കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് ഭൂമി അന്യാധീനപ്പെട്ടാൽ അവരവിടെ പോകും, അത് തിരിച്ചു പിടിക്കും. ഇപ്പോൾ എന്താ സംഭവിച്ചത്? വില്ലുപുരം സ്വദേശിയായ മുരുകദാസ്, തിരുപ്പുകഴ് തമിഴ് മുരുകദാസ് സ്വാമികൾ ദണ്ഡായുധപാണി സ്വാമികൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ് താൻ എന്നൊരു വ്യാജ അവകാശവാദം ഉന്നയിച്ച് ഒരു വ്യാജരേഖ ഉണ്ടാക്കി ആ ഭൂമി ഉദുമൽപേട്ട് സ്വദേശി വെള്ളത്തുരൈ, പഴനിയിലെ സേതുപതി എന്നിവർക്ക് 2 കോടിക്ക് വിൽക്കുന്നു എന്ന് കാണിച്ചൊരു പ്രമാണം ഉണ്ടാക്കി. ഈ പ്രമാണം ഒറ്റ ദിവസത്തേക്ക് പഴനി സബ് രജിസ്ട്രാർ ഓഫീസിൽ വന്ന ജസ്റ്റിൻ മണികണ്ഠൻ്റെ മുന്നിൽ എത്തിച്ചു. ജസ്റ്റിൻ മണികണ്ഠൻ അപ്പം തന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. നേരത്തെ സുപ്രീം കോടതിയുടെ ഉത്തരവ് അവിടെയുണ്ട്, അത് പരിഗണിച്ചില്ല. ഇയാൾ അവിടെ വന്ന അതേ ദിവസം തന്നെ ഈ ഇടപാട് നടന്നു. അപ്പോൾ ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് ആസൂത്രണത്തിൻ്റെ ഭാഗമായി നടത്തിയ ഒരു ഇടപാടാണ്. ഒരു ദിവസത്തേക്ക് നിലവിലുള്ള രജിസ്ട്രാർ അവധിയിൽ പോകുമ്പോൾ സർക്കാരിലെ റവന്യൂ വകുപ്പിലെ ചില ആളുകളുമായി ബന്ധപ്പെട്ട് ജില്ലാ രജിസ്ട്രാർ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ജില്ലാ രജിസ്ട്രാർ ഇവിടേക്ക് ഈ പറയുന്ന ജസ്റ്റിൻ മണികണ്ഠനെ അങ്ങോട്ട് അയക്കുന്നു. മണികണ്ഠൻ വന്ന ആ ദിവസം തന്നെ 100 കോടി രൂപ വിലയുള്ള ഈ ഭൂമി 2 കോടി രൂപയ്ക്ക് ഈ പറയുന്ന മുരുകദാസിനും വെള്ളത്തുരയ്ക്കും കൊടുത്തതായിട്ട് പ്രമാണം ചെയ്തു കൊടുക്കുന്നു. അതിനുശേഷം ഇവർ ആ ഭൂമിയുടെ അവകാശം ഉന്നയിക്കുന്നു. ഇത് ചലഞ്ച് ചെയ്ത്
ദേവസ്വം ഭരണസമിതിയല്ല, ദേവസ്വം ഉപദേശക സമിതി രംഗത്ത് വന്നതോടെയാണ് കള്ളി പൊളിഞ്ഞത്. നേരെ തമിഴ്നാട് സർക്കാരിനും കോടതിക്കും പരാതി കൊടുത്തു. നടപടി ഉണ്ടായിരിക്കുന്നു. പരാതിയെ തുടർന്ന് നടപടിയുണ്ടായി. ഈ പറയുന്ന സബ് രജിസ്ട്രാർ ജസ്റ്റിൻ മണികണ്ഠൻ, ഭൂമി വാങ്ങിയ സേതുപതി, വെള്ളത്തുരൈ, അതിന് സാക്ഷിയായിട്ട് ഒപ്പിട്ട് തരാൻ അവിടെ ഭരണകക്ഷിയായിരുന്ന DMKയുടെ വാർഡ് സെക്രട്ടറി ലക്ഷ്മണൻ, ആധാരമെഴുത്തുകാരൻ ജയപ്രകാശ്, ഇവരുടെയൊക്കെ വീടുകളിൽ റെയ്ഡ് നടന്നു. രേഖകൾ പിടിച്ചെടുത്തു. അവിടുത്തെ ജില്ലാ രജിസ്ട്രാർ ശശികലയെയും ജസ്റ്റിൻ മണികണ്ഠനെയും സസ്പെൻഡ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നോക്കൂ, ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പഴനി ക്ഷേത്രം. ഈ പഴനി ക്ഷേത്രത്തിൻ്റെ നേരെ വാതുക്കൽ അടിവാരത്തുള്ള പാർക്കിംഗ് ഭൂമിയാണ് ക്ഷേത്രത്തിന് 1888 മുതൽ ക്ഷേത്രത്തിൻ്റെ കൈവശമുള്ള ഭൂമിയാണ്. ഇങ്ങനെ 100 കോടിയുടെ ഭൂമി 2 കോടിക്ക് എഴുതി കൊടുക്കുന്നതിൻ്റെ പിന്നിലെ കളികൾ നോക്കൂ. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, നമ്മുടെ ക്ഷേത്രങ്ങൾ ഹിന്ദുവിൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്തെല്ലാം ത്യാഗങ്ങളാണ് സഹിക്കുന്നത്. നോക്കൂ, അയാൾ കൊടൈക്കനാലിലെ സബ് രജിസ്ട്രാർ പഴനി വരുന്ന അന്ന് തന്നെ ഇവർ വ്യാജരേഖയായിട്ട് വരുന്നു. ഒരു പരിശോധനയില്ലാതെ ഒറ്റ ദിവസം കൊണ്ട് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ആണല്ലോ ഒരു രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്നത്. 10 മണിക്ക് വന്ന് 5 മണിക്കുള്ളിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കയ്യിലോട്ട് കൊടുത്തു. അപ്പോൾ ഈ ജസ്റ്റിൻ മണികണ്ഠൻ സ്വാഭാവികമായി വന്നതാണ്. പേര് നോക്കൂ, മണികണ്ഠൻ. നമ്മൾ ഓർക്കും ഹിന്ദു അയ്യപ്പൻ്റെ പേരാണ്, കണ്ഠത്തിൽ മണിയുള്ളവൻ. പക്ഷെ അവൻ്റെ പേരിന് മുന്നിൽ എന്തുണ്ട്? ജസ്റ്റിൻ എന്നുണ്ട്. ജോസഫ് വിജയ് എന്ന് പറയുന്ന പോലെ. പണ്ടൊക്കെ ഒരു 2 വർഷം മുമ്പൊക്കെ ഞാൻ ഈ ജോസഫ് വിജയ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കരുത്, നിങ്ങൾ വർഗീയത പറയുന്നു, നടനല്ലേ, അങ്ങനെ എന്തിനാണ് ജോസഫ് എന്ന് പറയുന്നത്? ഇപ്പോൾ മുഖ്യമന്ത്രി ആയപ്പോഴത്തേക്ക് അങ്ങനെ തന്നെ പറയുന്നത് ജോസഫ് വിജയ് ആണ് താനെന്നാ. അപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല. അപ്പോൾ ഐഡൻറ്റിറ്റി ഒളിച്ചു വെച്ച് ഹിന്ദു നാമത്തിന് പിന്നിൽ പറഞ്ഞിരിക്കുന്ന അന്യമതസ്ഥർ, ഇവാഞ്ചലിസ്റ്റുകൾ, അവരുടെ താല്പര്യം എന്താ? ഏതവസരത്തിലും കിട്ടുന്ന ഏതവസരം ഉപയോഗിച്ചും ഹിന്ദുവിനെ തകർക്കുക, ഹിന്ദുവിനെ കൊള്ളയടിക്കുക, ഹിന്ദുവിൻ്റെ ക്ഷേത്രഭൂമികൾ അന്യാധീനപ്പെടുത്തുക, അതിൽ നിന്ന് ലാഭമുണ്ടാക്കുക. അപ്പോൾ 2 കോടി രൂപയ്ക്കാണ് വ്യാജ പ്രമാണം ഉണ്ടാക്കിയത് വിട്ടെങ്കിൽ സബ് രജിസ്ട്രാർക്ക് അത്ര കിട്ടിക്കാണും. ആലോചിച്ച് നോക്കൂ, 100 കോടിയുടെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വലിയ സത്യം. ഇത് പുറത്തു പറഞ്ഞാൽ നിങ്ങളെ വർഗീയവാദി എന്ന് വിളിക്കും. അപ്പോൾ നോക്കൂ, ഇവാഞ്ചലിസ്റ്റുകൾ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ചെയ്യുന്ന ദ്രോഹങ്ങളുടെ പട്ടികയിലെ ഏറ്റവും പുതിയതാണ് പഴനി മുരുകൻ്റെ 100 കോടിയുടെ സ്വത്ത്. ഒറ്റ ദിവസത്തേക്ക് ഒന്ന് വന്നിരിക്കാൻ, ആ ഒരു ദിവസത്തേക്ക് ആ സീറ്റിൽ വരുന്ന ഒരു സബ് രജിസ്ട്രാർക്ക് നയപരമായ എന്ത് തീരുമാനം എടുക്കാനാണ് പറ്റുക? എന്തിനാണ് ജില്ലാ രജിസ്ട്രാറായ ശശികല ഒരു ദിവസത്തേക്ക് കൊടൈക്കനാലിൽ നിന്ന് ഇയാളെ അവിടേക്ക് പോസ്റ്റ് ചെയ്തു? ഒരു ദിവസം സബ് രജിസ്ട്രാർ ഇല്ലെങ്കിൽ ഇല്ല. നമ്മുടെയൊക്കെ നാട്ടിലുള്ള സബ് രജിസ്ട്രാർ ഓഫീസിൽ ചിലപ്പോൾ സബ് രജിസ്ട്രാർ, ജില്ലാ രജിസ്ട്രാർ പോലും ചിലപ്പോൾ ലീവ് എടുത്ത് പോകാറുണ്ട്. ഉടനെ അടുത്ത ജില്ലയിൽ നാളെ വിടാറുണ്ടോ? അപ്പോൾ ഇതിനകത്ത് ശശികല എടുത്ത പങ്ക് വളരെ വലിയ പങ്കാണ്. ശശികല, ഈ ജസ്റ്റിൻ മണികണ്ഠൻ ഈ ഭൂമി വിറ്റ, അവൻ്റെ അല്ലാത്ത ഭൂമി വിറ്റ, മുരുകദാസ് വാങ്ങിയ സേതുപതി, വെള്ളത്തുരെ, ഇവരെല്ലാം കൂടെ ചേർന്ന് നടത്തിയ ഒരു വലിയ ഗൂഢാലോചന. അതിന് ഒത്താശ ചെയ്തു കൊടുക്കാൻ പ്രാദേശിക DMK നേതാവ് ലക്ഷ്മണൻ. ഇവരുടെയൊക്കെ പേര് ഹിന്ദു പേരുകളാണ്. അതാണ് ഏറ്റവും വലിയ തമാശ. മറ്റേ ജസ്റ്റിൻ മണികണ്ഠൻ്റെ പേരിന് മുന്നിൽ ജസ്റ്റിൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാക്കാം. കാരണം അപ്പനായിരിക്കും മണികണ്ഠൻ, മകൻ ജസ്റ്റിൻ ആയപ്പോഴത്തേക്കും മണികണ്ഠൻ എന്ന തന്തയുടെ പേര് വെച്ചതായിരിക്കാം. ബാക്കിയുള്ള പേരുകൾ ശശികല ക്രിസ്ത്യാനിയാണോ എന്ന് അറിയത്തില്ല, ഈ പറയുന്ന ലക്ഷ്മണൻ ക്രിസ്ത്യാനിയാണോ എന്നറിയത്തില്ല, മത്തായി ലക്ഷ്മണൻ എന്നാണോ എന്ന് ബാക്കി ഫുൾ പേരെടുത്ത് നോക്കുമ്പോഴേ അറിയാവുള്ളൂ. ചാക്കോ നായർ എന്നൊക്കെ പറയുന്ന പോലെ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഏതു വിധേനയും കിട്ടുന്ന അവസരത്തിൽ ഹിന്ദുവിനിട്ട് പണിയാൻ വലിയ ആവേശമാണ് ഇവാഞ്ചലിസ്റ്റുകൾക്ക്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ജസ്റ്റിൻ മണികണ്ഠൻ നടത്തിയ ഈ ഇടപാട്. ഏതായാലും ഇതൊക്കെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറയില്ല. ഇത് പറയണം, അറിയണം. ഹിന്ദുവിൻ്റെ പ്രതിരോധം, അവൻ്റെ ദേവസ്വങ്ങളെയും അവൻ്റെ ദേവതകളെയും സംരക്ഷിക്കാൻ വേണ്ടി ഹിന്ദു അവൻ്റെ ക്ഷാത്രവീര്യത്തോടെ പൊരുതേണ്ടുന്ന ഒരു കാലമാണിത്. ഇത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് നടന്ന, എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ മറച്ചു വെച്ച
ഈ വിവരം ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരുപക്ഷെ നേരെ തിരിച്ച് ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ഭൂമി ഒരു ഹിന്ദുവായ സബ് രജിസ്ട്രാർ ഒറ്റ ദിവസത്തേക്ക് വന്നാൽ, ക്രിസ്ത്യൻ പള്ളിയോ അല്ലെങ്കിൽ മസ്ജിദോ ആവട്ടെ, ഒറ്റ ദിവസത്തേക്ക് വന്നാൽ വ്യാജരേഖ ഉണ്ടാക്കി മറ്റൊരാൾക്ക് കൊടുത്താൽ ഇവിടെ എന്തൊരു കോലാഹലമായിരിക്കും എന്നാലോചിച്ച് നോക്കിയേ. അപ്പോൾ ഹിന്ദുവിൻ്റെ കാര്യം, ഹിന്ദു ഭൂരിപക്ഷമാണെന്ന് പറയുന്ന ഈ രാജ്യത്ത് ഹിന്ദുവിൻ്റെ കാര്യം, ഹിന്ദുവിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ഏതായാലും ഞങ്ങൾ ഇത്തരം വാർത്തകൾ തേടിപ്പിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇന്നു തന്നെ ചെയ്യണേ.